തേങ്ങ ഒരിക്കുന്ന എന്തിനാണ് നിങ്ങൾക്ക് അറിയാനാവോ? ഇല്ല. ഞാൻ ഒരു ചെറിയ കപ്പ് ഉണ്ടാക്കുന്ന, വെള്ളം കുടിക്കാൻ പറ്റിയ കപ്പ് ചിരട്ട കൊണ്ട് തേങ്ങ പൊളിച്ച് ഇങ്ങനെ നിങ്ങൾ കാണുമായിരിക്കും, കണ്ടിട്ടുണ്ടാവും. പിന്നെ എൻ്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത് തേങ്ങ കൊണ്ട് ഞാൻ ചിരട്ട കൊണ്ടൊരു കപ്പ് ഉണ്ടാക്കുന്നത്, ഈ മടൽ ഇത്തിരി ഉണ്ടാക്കുന്ന ചിരട്ട ഞാൻ കട്ടീന. ഇത് കപ്പിൻ്റെ അതിൽ ഇതിനൊരു കെമിക്കൽ ഉണ്ടാവില്ല. ഇതിൻ്റെ ചായ കുടിച്ച പണ്ടുള്ള ഓരോ സംഗതികളാണ്. ചിരട്ട നമ്മൾ തേങ്ങ ചെറിയിട്ടല്ലോ അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞ് അതിൻ്റെ അകത്ത് കൊതുക് വളരും, അതിൻ്റെ അകത്ത് മുട്ട എടുത്ത് അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാക്കും. അത് ബാക്കി ചിരണ്ടിയിട്ട് അതിൻ്റെ അകത്തുള്ള തേങ്ങയെല്ലാം എടുത്ത് കയറണം. അല്ല ഇത് കട്ട് ചെയ്ത് ഇനി പിന്നെ തേങ്ങ ചെറിയിട്ട് എടുക്കുന്ന തേങ്ങ ചിരയുക. ഈ തേങ്ങ ഒരു ഭാഗത്താക്കി എനിക്ക് വേണ്ടിയത് പിന്നെ ചിരട്ടയാണ്. ചിരട്ട കൊണ്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഇതിൻ്റെ അടിഭാഗത്തേക്ക് വേണ്ടിയിട്ട് വേറൊരു ചിരട്ട കട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ. ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസിൻ്റെ കുടിക്കുമ്പോൾ തന്നെ കുടിക്കണം. അതിനാണ് നമ്മൾ ചെയ്യുന്നത്. കപ്പ മാത്രമല്ല, ഞാൻ ഈ വീട്ടിൽ പല സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫ്ലവറുണ്ട്, നിലവിളക്കുണ്ട്, ജഗ്ഗുണ്ട്, മഗ്ഗുണ്ട്, പല സാധനങ്ങളുണ്ട്. ചെറിയൊരു
വീഡിയോ നിങ്ങൾ മുന്നിൽ വരാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്ത് കാണിക്കുന്നത്. കട്ട് ചെയ്യുന്ന പിന്നെ കൈ ഉണ്ടാക്കണം. കൈ വേണ്ടിയിട്ട് ചിരട്ട കട്ട് ചെയ്യാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇത് സെൻറ്ററാക്കി കട്ട് ചെയ്യണം. പരിപാടിക്കുണ്ട് എനിക്ക്. ഞാനാണ് തുമ്മിയത്. കപ്പിൻ്റെ കൈ ഉണ്ടാക്കുന്ന ഞാൻ കപ്പിൻ്റെ ഗ്ലാസ് വെട്ടിയെടുത്ത് പിന്നെ അതിൻ്റെ അടിഭാഗം വെട്ടിയെടുത്ത് പിന്നെ അതിൻ്റെ കൈക്കുള്ളൊരു 3 പീസ് വെട്ടിയെടുത്ത് ഒരു തേങ്ങേൻ്റെ മുകളിൽ നിന്ന് പീസ് വെക്കേണ്ടതില്ല. അത് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടി ഏകദേശം പശ യൂസ് ചെയ്യണം. ചേർത്താൻ തന്നെ പൊടി പശ ഒറ്റിക്കുന്ന കൈയിൻ്റെ മുകളിലായി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. കൈ തമ്മാൽ പൊട്ടിപ്പോവും. അതാണ് ഇതിൻ്റെ പശേൻ്റെ ഗുണം. ഭയങ്കര സ്ട്രോങ് ആയത്. ഇത് ചിരട്ടേൻ്റെ പൊടിയായി ഇടുന്നത്. ചിരട്ടേൻ്റെ പൊടി ഇട്ട് കഴിഞ്ഞാൽ വേഗം സെറ്റാവും. ചിരട്ട നേരെ തിരിച്ച് വെച്ച് കപ്പിൻ്റെ രൂപത്തിലായി. അതിന് പനങ്ങൂലുണ്ടാകും. പിന്നെ അതിൻ്റെ കൈ നമ്മുടെ കപ്പിൻ്റെ കൈ ഒട്ടിക്കുന്ന ഈ കപ്പിന് ഞാൻ പെയിൻറ് ചെയ്യാണ്. ഇത് സിൽക്ക് പോളിഷ്. ഇത് ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയ കപ്പാണിത്. കപ്പിന് ഞാൻ പെയിൻറ് ചെയ്യാണ്. ഞാൻ ചിരട്ട കൊണ്ട് കപ്പ് മാത്രമല്ല, ഞാൻ നിലവിളക്ക്, കിണ്ടി, പിന്നെ തൂക്കുവിളക്ക്, പിന്നെ തോണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ഞാൻ ഫ്ലവറെല്ലാം കൊടുത്തിട്ട് പിന്നെ ഓരോരോ മൊമെൻ്റോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നുണ്ട്. പള്ളിക്കുന്നൊരു ഫുട്ബോൾ മാച്ച് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു മെമ്മറി ഞാൻ കൊടുത്തിരുന്നു. ഫ്ലവർ പോളിഷ് ചെയ്ത് തരാം.
ഇങ്ങനെയുണ്ട് കപ്പ്.